സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു വേട്ടയാടൽ തന്നെ അല്ലേ? ഇപ്പം സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേട്ടയാടൽ തന്നെയാണ്. ഏതാണ്ട് 2 വർഷത്തോളമായി പെൻഷൻ പോലും കിട്ടാത്തപ്പോഴാണ് നമ്മളെ ഒരു കേസിൽ നിന്ന് അടുത്ത കേസിലോട്ട് വലിച്ച് ഇഴയ്ക്കുന്നത്. സുപ്രീം കോടതി വരെ പോകുമ്പം അതിൻ്റെ ചെലവുകളൊക്കെ ഏറെയാണ്. കേസിൽ കുരുക്കിയിടുകയാണ്. അതെ, അവരെല്ലാം 5 ഫിഗർ സാലറി മേടിക്കുവാണ് അന്നത്തെ കാലത്ത്. അന്ന് 2000 രൂപയ്ക്കാണ് ഞാനിവിടെ അധ്യാപികയായിട്ട് കയറുന്നത്. ഈ പേപ്പറുകൾ ഞാൻ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് ഒരു കാര്യവുമില്ല. ഒപ്പിടാത്ത പേപ്പറിന് എന്ത് വാല്യൂ ആണുള്ളത്? സപ്പോർട്ട് കിട്ടാനൊക്കെ ഒരു രാഷ്ട്രീയം വേണമെന്ന് ഉള്ളതായിരിക്കാം, പക്ഷേ അതില്ലാത്തതിൻ്റെ ഒരു ശക്തിയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. സർവീസിൽ കയറിയ കാലം തൊട്ട് ഏതൊരു പ്രൊമോഷൻ ഓർഡറും വന്നിരുന്നത് ബൈ ദ ഓർഡേഴ്സ് ഓഫ് ഗവർണർ തന്നെയാണ്. എനിക്ക് രാഷ്ട്രീയം പറയാൻ അറിയില്ല. എന്താണ് ഈ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയെന്ന് എനിക്കറിയില്ല. 1967 ബോസ്റ്റൺ മാരത്തൺ എൻ്റെ സമയത്ത്, 1967 എൻ്റെ ഇയർ ഓഫ് ബർത്ത് ആണ്. അന്ന് ബോസ്റ്റൺ മാരത്തൺ നടന്നപ്പോൾ ഒരു ലേഡി കാതറിൻ സ്വിറ്റ്സർ ഈ മാരത്തണിൽ പങ്കെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തു. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ഡോക്ടർ സിസ തോമസ്. നമസ്കാരം സർ. ഇപ്പോൾ സർക്കാരിൻ്റെ കണ്ണിലെ കരടാണോ? അങ്ങനെ കണ്ണിലെ കരടാണോ എന്ന് ചോദിക്കുന്നതിൽ വളരെ വിഷമമുണ്ട്. അങ്ങനെ ഒരിക്കലും ആകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാങ്കേതിക സർവകലാശാല VC ആയി ഗവർണറുടെ ഉത്തരവ് പ്രകാരം ചുമതല ഏറ്റപ്പോഴാണല്ലോ ഇങ്ങനൊരു വിഷയങ്ങളിലേക്ക് ഒരു എതിർപ്പുമൊക്കെ വന്നത്. അതെ, അവിടം ഏതാണ്ട് 32 വർഷത്തോളം സർക്കാരിനെ വളരെ അടുത്ത് തന്നെ ഇടപഴകാനും സേവിക്കാനും സാധിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല. പക്ഷേ അവസാനം 2022 ഗവർണറിൻ്റെ ആ ഉത്തരവ് പ്രകാരം KTUവിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നങ്ങൾ തുടങ്ങിയത്. ശരിക്കും അന്ന് സർക്കാരിൻ്റെ അനുമതി തേടിയില്ല എന്ന് പറഞ്ഞൊരു വാദം വന്നായിരുന്നു. അതേക്കുറിച്ച് എന്ത് പറയുന്നു? സർക്കാരിൻ്റെ അനുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് സീനിയർ ജോയിൻറ്റ് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം എൻ്റെ മുകളിലായിട്ട് ഡയറക്ടർ ഇൻചാർജായിട്ട് ഉള്ള മാഡത്തിനെ രാവിലെ ഞാൻ പോയി മാഡത്തിന് എഴുതി കൊടുത്തു. അപ്പം മാഡം എന്നോട് പറഞ്ഞത്, ഇത് ഗവൺമെൻറ്റാണ് ഇത് പെർമിഷൻ തരേണ്ടത്, ഗവൺമെൻറ്റിലേക്ക് അയക്കാം എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ നോർമൽ പ്രൊസീജിയർ. ഏതൊരു വൈസ് ചാൻസലറായിട്ട് പോകുന്നവരും ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവിടെ ഇപ്പം പൊതുവായി നോക്കിക്കഴിഞ്ഞാൽ അന്നൊരു പ്രശ്നങ്ങളുണ്ട് എന്നും സർക്കാരിന് ഇതിൽ എതിർപ്പുണ്ട് എന്നും ഉള്ളത് ചിന്തിക്കാനുള്ള ഒരു സമയമോ ഒന്നും ഉണ്ടായില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിൽ പോയി. ബിന്ദു മിനിസ്റ്റർ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, തൃശ്ശൂരായിരുന്നു. മിനിസ്റ്ററിനെ കാണാൻ പറ്റിയില്ല. മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കാണാൻ പോയി. മാഡത്തെ കാണാൻ സാധിച്ചില്ല. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ മാഡത്തെ കാണാൻ അവസരം കിട്ടിയില്ല. അത് ശരിക്കും തൊട്ട് സീനിയറിനെ അറിയിച്ചല്ലോ. അറിയിച്ചു, എഴുതി കൊടുത്തു. ഗവൺമെന്റിനെ അറിയിക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റി. അതെ, അതുപോലെ KTUവിൽ ചെന്ന് കഴിഞ്ഞിട്ട് 10:37 ഞാൻ അവിടെ കയറി കസേരയിൽ ഇരിക്കാൻ പറ്റുന്നത്. അപ്പം ആ നിമിഷം 10:37 ഞാൻ മെയിൽ അയച്ചു, ഞാൻ ജോയിൻ ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറിന് മെയിലും അയച്ചു. മാത്രമല്ല ചാൻസലറായ ഗവർണറുടെ ഉത്തരവ് നമുക്ക് തള്ളിക്കളയാൻ പറ്റൂ? അതനുസരിച്ച് ജോയിൻ ചെയ്തല്ലേ പറ്റൂ? അതെ, സർവീസിൽ കയറിയ കാലം തൊട്ട് ഏതൊരു പ്രൊമോഷൻ ഓർഡറും വന്നിരുന്നത് ബൈ ദ ഓർഡേഴ്സ് ഓഫ് ഗവർണർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം നേരിട്ട് തരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് ഹെഡ് എന്നുള്ള രീതിയിൽ, സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്നുള്ള രീതിയിൽ അനുസരിക്കണം എന്നുള്ളത് മാത്രമേ ഒരു സർക്കാർ ജീവനക്കാരി എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിച്ചുള്ളൂ എന്നുള്ളതാണ്. ശരിക്കും അന്നോട്ടാണ് സർക്കാരിൻ്റെ കണ്ണിൽ കരടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയതല്ലേ? അങ്ങനെ പറയുന്നതിൽ പ്രയാസമുണ്ട്. പക്ഷേ പിന്നീട് വന്ന കാര്യങ്ങൾ, ഇപ്പം മാഡം റിട്ടയർ ചെയ്തിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 20 മാസത്തോളം ആയിട്ടുണ്ട്. എന്നിട്ട് ഈ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ, പെൻഷൻ ഇതൊന്നും നിഷേധിക്കുക, അതൊന്നും തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു ഒരു വേട്ടയാടൽ അല്ലെ ഒരു നിരന്തരമായ ഒരു പീഡനമല്ലേ നടത്തി വരുന്നത്? അത് ഈ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ് അന്ന് തൊട്ടൊരു ഡിസിപ്ലിനറി ആക്ഷൻ്റെ തുടക്കം ഇട്ടിരുന്നു ഞാൻ സർവീസിലുള്ളപ്പം തന്നെ. അത് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. ഹൈക്കോടതി അത് ഈ ഡിസിപ്ലിനറി ആക്ഷൻസ് എല്ലാം തന്നെ വോയിഡ് ആക്കി ഉത്തരവ് തന്നിരുന്നു. എന്നാൽ പോലും ഗവൺമെൻറ് പിന്നെ അപ്പീൽ സുപ്രീം കോടതി പോവുകയും ഇപ്പം ഫർദർ റിവ്യൂ പെറ്റീഷൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ പോവുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ്. ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല. പക്ഷേ വീണ്ടും കേസുമായിട്ട് വീണ്ടും ഈ വേട്ടയാടലുമായിട്ട് സർക്കാർ രംഗത്ത് വരികയല്ലേ?
തേഴ്സ്ഡേ ആണ് ജോയിൻ ചെയ്തത്, 27-ാം തീയതി. 28-ാം തീയതി ഗവൺമെൻറ് കോടതിയിൽ സ്റ്റേക്ക് പോയിരുന്നു. സ്റ്റേ കിട്ടിയില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അവർ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ നോട്ടീസ് എൻ്റെ ലോയർ കൈപ്പറ്റിയിട്ടുമുണ്ട്. ഒരേ സമയം VCയുടെ റോള് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഭാഗത്തുള്ളപ്പം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതായത് ഈ കേസിന്റെ പുറകെ നടന്ന് സമയം കളയേണ്ടി വരില്ലേ? അത് തീർച്ചയായിട്ടും അത് എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇതിൻ്റെയൊക്കെ പുറകെ പോകും. അതെ അതെ. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് നല്ലതാണെങ്കിൽ, ഒരു സ്ഥാപനത്തിന് നല്ലതാണെങ്കിൽ, അതൊരു സൊസൈറ്റിക്കും ഒരു നാടിനും തന്നെ നല്ലതാണ്. അതുകൊണ്ട് അത് മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടതെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. വിനിയോഗിക്കേണ്ട സമയമാണ് നമ്മൾ കളയുന്നത്. അതിലേറെ വിഷമമുണ്ട്. കാരണം ആ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു ചിന്ത എന്തുകൊണ്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും വരുന്നില്ല എന്നുള്ളൊരു തീർച്ചയായിട്ടും ഒരു ചിന്ത, വിഷമവുമുണ്ട്. ശരിക്കും ആരാണ് ഈ സിസ തോമസ്? എവിടെ ജനിച്ചു, എവിടെ വളർന്നു? ബേസിക്കലി എൻ്റെ പേരൻസ് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് ജനിച്ച് വളർന്നത്. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ട്രിവാൻഡ്രം തന്നെയാണ്, PTP നഗറിലാണ് ജനിച്ചത്. അമ്മ കോട്ടൺ ഹിൽ സ്കൂളിലെ അധ്യാപികയായിരുന്നു, മാത്സ് അധ്യാപികയായിരുന്നു. ഫാദർ മിലിറ്ററി ഓഫീസറായിരുന്നു. അപ്പോൾ ഫാദർ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ ഒരു ഡിസിപ്ലിൻ ചിലപ്പോൾ ഒരു പക്ഷേ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാവും. അച്ഛൻ തീർച്ചയായിട്ടും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നന്മയുടെ അതാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. എൻ്റെ ഫാദറിനെ പറ്റി എല്ലാവരും പറയുന്നത് ഒരു നന്മയുടെ ഒരു മുഖമായിട്ടാണ്. അതിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. മാഡം പഠിച്ചതൊക്കെ തിരുവനന്തപുരത്ത് തന്നെ അല്ലായിരുന്നു? ട്രിവാൻഡ്രത്ത് കാർമൽ കോൺവെന്റ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു. വിമൻസ് കോളേജിൽ 2 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് എൻട്രൻസ് അന്ന് 3ാമത്തെ ബാച്ചായിരുന്നു ഞങ്ങൾ. അവിടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ CET ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു. അവിടെ തന്നെ പിന്നീട് അധ്യാപികയായി. അവിടെ തന്നെ, അതെ, അവിടെ നിന്ന് പിന്നെ മാറിയിട്ടേ ഇല്ല, അവിടെ തന്നെ അധ്യാപിക. CET പഠിച്ച ശേഷം പോയി. അത് PhD-ക്കായിരുന്നു പോയത്. അതെ. ഈ എഞ്ചിനീയർ ആവണമെന്നുള്ളതായിരുന്നു അന്നത്തെ താല്പര്യം? എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നായിരുന്നു? മാത്സിൽ ഒരുവിധം കഴിവുണ്ടായിരുന്നു. അപ്പം അന്ന് ഈ മാത്സിൽ കഴിവുള്ളവരെല്ലാം എഞ്ചിനീയേഴ്സ് ആകുക, ഇത് ഇന്നത്തെ കുട്ടികളെ പോലെ ഒരുപാട് നമുക്ക് ആകെ കൂടെ കിട്ടുന്നത് ഒരു പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ ആകണം എന്നായിരുന്നു. അപ്പം എനിക്ക് ഡോക്ടറാകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു കൂടുതൽ. അത് കിട്ടുമോ എന്നുള്ള ചോദ്യം വേറെ. പക്ഷേ എഞ്ചിനീയറിങ്ങിന് താല്പര്യം ഉണ്ടായിരുന്നു. ഒരു 7ാം ക്ലാസ് തൊട്ട് എഞ്ചിനീയറിങ് താല്പര്യപ്പെട്ട് തന്നെ അത് മനസ്സിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പഠിക്കുക. കുറച്ച് നാൾ US-ലും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും നല്ല അവിടുത്തെ കാർഗി മെലൻ യൂണിവേഴ്സിറ്റി പിറ്റ്സ്ബർഗിൽ എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫീൽഡ് സൈബർ സെക്യൂരിറ്റി ആണ്. അന്നത്തെ കാലത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പിൽ ഞാൻ USA പോയി സൈബർ സെക്യൂരിറ്റിയിൽ ട്രെയിനിങ്ങും എടുത്തിട്ടുണ്ട് USA. ഇപ്പം അങ്ങനെ പഠിച്ച ഒരാളാണ് ശരിക്കും സാങ്കേതിക സർവകലാശാലയുടെ VC ആയിട്ട് വന്നത്. അതൊരു വലിയൊരു അവസരമല്ലായിരുന്നു, ഒരു സുവർണ അവസരം അല്ലേ? ഈ രീതിയിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു വരുന്ന ഒരാൾക്ക് കിട്ടാവുന്ന, കേരളത്തിൽ ലഭിക്കാവുന്ന ഒരു നല്ല പദവിയാണല്ലോ VCയിൽ. സാർ, അങ്ങനെ പറയുവാണെങ്കിൽ ഞാനൊന്നും ഈ ഒരു VC പോസ്റ്റിന് അർഹയല്ല. VC പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, കേരള യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പം അന്നത്തെ രാജാവ് കൊണ്ടുവരാൻ നോക്കിയത് ആരെയാണെന്നുള്ള ചരിത്രം അറിയാവുമ്പം ആ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ പ്രഗത്ഭരായുള്ള ആൾക്കാർക്ക് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കിട്ടുമ്പോൾ ഇത് എനിക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി ഉള്ള ഒരു അംഗീകാരമാണ്. അർഹതയുള്ള അംഗീകാരം തന്നെയാണ്, കാരണം ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണല്ലോ. പക്ഷെ അവിടെ ഒരു സുഗമമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു? അവിടെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ചെന്ന് ജോയിൻ ചെയ്തപ്പോൾ തന്നെ വലിയ പ്രതിഷേധമില്ലായിരുന്നു അല്ലേ? ജോയിൻ ചെയ്തപ്പം 1 മാസത്തോളം എനിക്ക് അകത്തോട്ട് കയറാൻ തന്നെ എല്ലാ ദിവസവും ബുദ്ധിമുട്ടിയാണ് കയറാൻ പറ്റിയത്. കുട്ടികൾ ഇങ്ങനെ ആവശ്യങ്ങളുമായിട്ട് വരുന്നു, പക്ഷേ അവരെ സഹായിക്കാൻ പറ്റുന്നില്ല. കാരണം സെക്ഷനിലാണ് ഫയലെല്ലാം ഇരിക്കുന്നത്. എനിക്കൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ പോലും കിട്ടാൻ ഏതാണ്ട് 24 ദിവസം എടുത്തു, 26 ദിവസം എടുത്തു ഡിജിറ്റൽ സിഗ്നേച്ചർ ആകാൻ. കാരണം ഇന്ന് എല്ലാ കാര്യവും ഒരു സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്നത് തൊട്ട് എല്ലാ ഫയലുകളും ഡിജിറ്റൽ സിഗ്നേച്ചറിൽ പോകുന്ന ഒരു സമയത്ത് അതുപോലും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ രാവിലെ പോയി വേറൊരു ഡ്യൂട്ടിയും ഉണ്ട്. ഇവിടെ ഓടി വരുമ്പം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സെക്ഷനുകളിൽ പോയി ഓരോരുത്തരെ ഇൻസ്പയർ ചെയ്ത് ചെയ്യിച്ച്
കുറേയൊക്കെ നീക്കാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു പ്രതിഷേധം കുറഞ്ഞു വന്നു, തീർത്തും കുറഞ്ഞു വന്നു. അന്നേരം അങ്ങനെ ഒരാളിനെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ ഈ പഠന രംഗത്തേക്ക് വരുന്ന തലമുറയ്ക്ക് എന്ത് സന്ദേശമായിരിക്കും കിട്ടുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ നമ്മൾ എപ്പോഴും ഒരു സ്മൂത്ത് ഗോയിങ് ഉണ്ടാകണം എന്ന് വിചാരിക്കാൻ സാധിക്കില്ലല്ലോ. പല സമയത്തും പല പ്രതിസന്ധികളും വരും. ഒരു PhD ചെയ്തപ്പം തന്നെ ഞാൻ പഠിച്ച പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവിങ് പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലംസ് PhDയിൽ പറയുന്നത് ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രോബ്ലവും, ജീവിതത്തിൽ ഏതൊരു പ്രോബ്ലത്തെയും എങ്ങനെ അത് സൊല്യൂഷൻ കണ്ടെത്താം, എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു അറിവും ഒരു വിവേകവും ഈ ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ ഉണ്ടായതുകൊണ്ട് അത്രയും എല്ലാവരും പറയുന്നത് പോലെ ഒരു പ്രതിസന്ധിയോ ഒരു സ്ട്രെസ്സോ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എന്തിനെ നേരിടാം എന്നുള്ള ഒരു ധൈര്യം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. മാഡത്തിന്റെ ക്രെഡൻഷ്യൽസ് ഇപ്പം എല്ലാം വിശദമാക്കിയില്ലെങ്കിൽ പോലും ഇപ്പം US ട്രെയിനിങ് അടക്കം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പഠിച്ചതടക്കം, അങ്ങനെയുള്ള എല്ലാ ഒരു നമ്മൾ ആർജിച്ച എല്ലാ കഴിവുകളാണ് ഒരു പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുത്തത്. അങ്ങനെ വളരെ ഒരു ജെന്റിലായിട്ട് മുന്നോട്ട് പോയ ഒരു അധ്യാപികയായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഉത്തരവാദിത്തങ്ങൾ സർക്കാർ ഏൽപ്പിച്ചപ്പോഴും VCയുടെ നിയമനം വന്നപ്പോഴാണ്, സാങ്കേതിക സർവകലാശാല VCയുടെ നിയമനം വന്നപ്പോഴാണ് സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ ഗവർണറുടെ തീരുമാനം നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാളെ ഈ നിരന്തരം ഇപ്പോൾ പറഞ്ഞിപ്പോൾ VCയുടെ റോളിലേക്ക് വന്ന് വീണ്ടും കേസുമായിട്ട് പോകുന്നു. ഈ ഇതൊരു വേട്ടയാടൽ തന്നെ അല്ലേ? പിന്നല്ലാതെ ഇതിനെ എന്ത് പേരിട്ട് വിശേഷിപ്പിക്കും? അത് ശരിക്കും ഇപ്പം സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേട്ടയാടൽ തന്നെയാണ്. കാരണം ഇതിൻ്റെ പുറകെ ഇപ്പോൾ ഒരു കോടതിയായിട്ട് പോകുമ്പം അത് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഫിനാൻഷ്യലി തന്നെ എല്ലാവർക്കും ബെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസങ്ങളുണ്ട്. നമുക്കിന്നും പെൻഷൻ കിട്ടിയിട്ടില്ല. നമ്മുടെ ഏതാണ്ട് 2 വർഷത്തോളമായി പെൻഷൻ പോലും കിട്ടാത്തപ്പോഴാണ് നമ്മളെ ഒരു കേസിൽ നിന്ന് അടുത്ത കേസിലോട്ട് വലിച്ച് ഇഴയ്ക്കുന്നത്. സുപ്രീം കോടതി വരെ പോകുമ്പം അതിൻ്റെ ചെലവുകളൊക്കെ ഏറെയാണ്. അത് പ്രയാസം. പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ ഹൈക്കോടതി അത് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? ഹൈക്കോടതി എനിക്കെതിരെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എല്ലാം റദ്ദാക്കി. അപ്പം തീർച്ചയായിട്ടും പെൻഷൻ കൊടുക്കണമല്ലോ. എന്നിട്ട് ഇത് തടഞ്ഞു വെക്കുന്നത് ആര്? അല്ല, അപ്പം ഗവൺമെന്റ് സുപ്രീം കോടതിയിലോട്ട് പോയി അപ്പീലിന് പോയി. അതെ അല്ലേ? ശരിക്കും ഇപ്പൊ നമ്മുടെ വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പൈസ ആവശ്യമുണ്ടല്ലോ, ജീവിക്കണ്ടേ? എന്നിട്ട് ഈ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ട് ആരെങ്കിലും സഹായത്തിന് വന്നു ഇത് ശരിയാക്കി തരേണ്ടതാണെന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ടോ? അല്ല, ഞങ്ങളൊക്കെ ഒരു സർക്കാർ സർവീസിൽ കയറുമ്പം അന്നത്തെ കാലത്ത് ഈ CET എന്നൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ സഹപാഠികളെല്ലാം തന്നെ ബാംഗ്ലൂരൊക്കെ പോയി. ഇലക്ട്രോണിക്സ് കമ്പനികളെല്ലാം അന്ന് ബൂമിംഗ് ആയിട്ട് നിൽക്കുമ്പം അവരെല്ലാം 5 ഫിഗർ സാലറി മേടിക്കുവാണ് അന്നത്തെ കാലത്ത്. അന്ന് 2000 രൂപയ്ക്കാണ് ഞാനിവിടെ അധ്യാപികയായിട്ട് കയറുന്നത്. അന്ന് എല്ലാവരും ചിരിക്കുമായിരുന്നു. അവരൊക്കെ 5 മടങ്ങ് സാലറി മേടിക്കുമ്പം നമ്മളിവിടെ അപ്പം നമ്മൾ മനസ്സിൽ കരുതിയത് അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു തന്നത് ഒരു പെൻഷൻ കിട്ടുമല്ലോ, സർക്കാർ ജോലി ആകുമ്പോൾ ഒരു പെൻഷൻ കിട്ടുമല്ലോ എന്ന് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നതും. അത് ഈ സർക്കാർ ജോലി ഏറ്റെടുക്കുന്നതും പിന്നെ നാട്ടിൽ നിൽക്കാം എന്നുള്ള തീർച്ചയായിട്ടും ആ ഒരു ഇൻട്രസ്റ്റ് കാണും, പഠിപ്പിക്കാനുള്ള താല്പര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഏത് കാരണത്താലാണോ നമ്മൾ ഈ ജോലി ഏറ്റെടുത്തത് അത് നമുക്ക് നിഷേധിക്കുമ്പോൾ തീർച്ചയായിട്ടും വിഷമമൊക്കെ ശരിക്കും ഒരു നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ ലംഘിക്കുന്നതിന് തുല്യമാണത്. കാരണം എന്ന് പറയാൻ നമുക്ക് അർഹതപ്പെട്ടതാണ് തടഞ്ഞു വെക്കുന്നത് അല്ലെ? നമ്മുടെ ഒരു മൗലിക അവകാശം തന്നെയാണത് അല്ലേ? അതിൽ വാസ്തവത്തിൽ ഈ സാങ്കേതിക സർവകലാശാല VCയായി ചുമതല ഏറ്റപ്പോൾ ഭീഷണി വല്ലതും ഉണ്ടായോ? ഇതിന്ന് ചുമതല ഏക്കരുത്, ആരെങ്കിലും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി? ആരും ഫോണിൽ വിളിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഫോണിൽ വിളിച്ചത് കൺഗ്രാജുലേഷൻ പറയാൻ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ടെന്ന് പോലും ഒരിക്കൽ പോലും ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടേയില്ല. ആരും ഒരിക്കലും ജോയിൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള വ്യക്തികൾ പോലും വിളിച്ചിട്ട് കൺഗ്രാജുലേഷൻ, യു ഡിസേർവ് ഇറ്റ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് എന്നോട്. അല്ലാതെ പക്ഷെ പ്രവർത്തിച്ച ചിലരെങ്കിലും പിന്നീട് അങ്ങനെ വന്നപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് അവരെ പിൻ പോയിന്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും അതിലൊരു രാഷ്ട്രീയമല്ലേ ശരിക്കും? അതായത് മാഡം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ എതിർ ഭാഗത്ത് നിൽക്കുന്ന വളരെ സംഘടിത ശക്തിയല്ലേ? രാഷ്ട്രീയ സ്വാധീനമുള്ള അല്ലെ സർക്കാർ ഭരണ സ്വാധീനം അല്ലെ ഭരണപക്ഷ സംഘടനകൾ, ഇതെല്ലാം കൂടെ ആണല്ലോ ഈ വേട്ടയാടൽ എന്ന് പറഞ്ഞ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആദ്യം ചുമതലയേറ്റപ്പോൾ ഓഫീസിൽ കയറാൻ തടസ്സം സൃഷ്ടിക്കുന്നത്. അത്തരം ഒരു സംഘടിത ശക്തി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് എന്ത് സംഭാവനയായിരിക്കും ചെയ്യാൻ പോകുന്നത്?
അത് ഇപ്പം ഞാൻ 1991 സർവീസ് ജോയിൻ ചെയ്തതാണ്. ഒരു ഗവൺമെൻറ് കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ രാഷ്ട്രീയമുണ്ട്, അവിടെ അധ്യാപക സംഘടനകളുണ്ട്, കുട്ടികൾക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷേ അതിലൊന്നും പെടാതെ നിന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് രാഷ്ട്രീയം പറയാൻ അറിയില്ല. എന്താണ് ഈ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയെന്ന് എനിക്കറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയമെന്ന് അറിയില്ല. എനിക്ക് എൻ്റെ പേർപ്പസ് വളരെ ക്ലിയറാണ്. എനിക്ക് എൻ്റെ ഓർഡർ പ്രകാരം എന്ത് ചെയ്യണമെന്നുള്ളത് വളരെ ക്ലിയറാണ്. ആ ഓർഡർ ഏറ്റെടുക്കുമ്പോൾ എനിക്കതിന് അർഹതയുണ്ടോ, എനിക്കതിനുള്ള എലിജിബിലിറ്റി ഉണ്ടോ, യോഗ്യതയുണ്ടോ എന്നും, ആ യോഗ്യത ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് സ്വയം അവലോകനം ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ അതിൽ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന ഈ പറയുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഈ 32 വർഷത്തെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചുറ്റും രാഷ്ട്രീയം നടന്നപ്പോഴും ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ല. ഇന്നും അതിൽ ഇടപെടാതെ പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു സ്വയം രാഷ്ട്രീയ ചിന്തയുള്ള ആളാണോ? ഒരു രാഷ്ട്രീയ പക്ഷപാതമോ രാഷ്ട്രീയ വിശ്വാസമോ ഒക്കെ ഉണ്ടായിരുന്നോ പഠിക്കുന്ന കാലത്തോ പിന്നീടോ? ഇല്ല. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും, ഇല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ ആഭിമുഖ്യം ഇല്ലായിരുന്നു. ആഭിമുഖ്യം ഇല്ലായിരുന്നെന്ന് മാത്രമല്ല, ഏതോ ഒരു സ്റ്റേജിൽ അതില്ലാത്തത് എനിക്ക് വളരെ സ്ട്രെങ്ത്താണ് എന്ന് തോന്നിയത് 2011 ആയിരിക്കും. ഞാൻ CETയിലെ കോളേജ് യൂണിയൻ്റെ സ്റ്റാഫ് അഡ്വൈസറായിരുന്നു. അന്ന് വരെ ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് SFI മാത്രമേ ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് പെട്ടെന്ന് UDF ഗവൺമെൻറ് വരുവാണ് 2011. ആ സമയത്ത് KSU അങ്ങ് രംഗപ്രവേശനം ചെയ്തു. അപ്പം KSU വന്നപ്പോഴത്തേക്ക് ABVPക്കാരും വന്നു. എനിക്ക് ആ പാർട്ടിയുടെ പേര് ഓർമ്മ വരുന്നില്ല, ഒരു മുസ്ലിം സംഘടനയുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കുട്ടികളേ ഉള്ളൂ. ഇങ്ങനെ 4 പാർട്ടികളും കൂടെ ഒന്നിച്ചിങ്ങ് അവർക്കൊരു എൻട്രി കിട്ടി. അവർ വരികയാണ്. ആ സമയത്ത് ഞാൻ അവിടെ യൂണിയൻ അഡ്വൈസറാണ്. ഈ അഡ്വൈസറായ സമയത്ത് എന്നും അടിപിടിയും പ്രശ്നങ്ങളുമാണ്. കുട്ടികളുടെ ഇടയിൽ ആണുങ്ങൾ സ്റ്റാഫ് പോലും ഇറങ്ങി ചെല്ലാൻ പറ്റില്ല, കാരണം ഭയമാണ്. കുട്ടികളെ കയ്യിൽ കിട്ടുന്നതെടുത്ത് പക്ഷേ അവിടെ ഞാൻ ഈ പറയുന്ന പോലെ പോലീസ് വാനിലും ജീപ്പിലും കോടതിയിലും കുട്ടികളുടെ അടിയിടുന്ന ഇടയിലും എനിക്ക് കയറാൻ പറ്റിയത്, കുട്ടികൾ എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, ഇവർക്കൊരു ചായ്വില്ല, ഇവർ പറയുന്നത് ഞങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിലായിരിക്കും ടീച്ചർ നിർത്താൻ പറയുന്നത് എന്നുള്ളൊരു ചിന്തയിൽ അവരെല്ലാം തന്നെ എന്നെ അനുസരിച്ചിരുന്നു. അത് എനിക്ക് പറ്റിയെന്നുള്ളത്, എനിക്ക് ഈ രാഷ്ട്രീയമായിട്ട് ഒരു ചായ്വുമില്ല. ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അവരെ പിടിക്കുക, അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് ഞാൻ നോക്കിയിട്ടേ ഇല്ല. അത് ഞാൻ പ്രൂവ് ചെയ്തതാണ്. ഇപ്പോൾ അന്നേരം ഈ വേട്ടയാടൽ നടത്തുമ്പം വസ്തുത്തിൽ അതെല്ലാം ഈ ഒരു സർക്കാരിന്റെ ഒരു ഈഗോയെ ഹേർട്ട് ചെയ്തു എന്നുള്ള ഒരു തെറ്റായ ധാരണയിൽ നിന്നല്ലേ? താങ്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം പോലീസ് വന്ന് SFI കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കി അവരെ പിടിക്കാൻ നോക്കുമ്പം ഞാനത് പറയരുത്, പക്ഷേ എന്നാൽ പോലും ഈ കുട്ടികളെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വണ്ടി, അന്നൊരു മാരുതി 800 ആണ്, ഇതിൽ പിള്ളേരെ കയറ്റി ഞാൻ ഇങ്ങനെ ഷട്ടിലടിച്ചപ്പം പോലീസ് അന്ന് വാട്ടർ എന്താ പറയുക പീരങ്കിയുമായിട്ട് നിൽക്കുവാണ്. അവർ ജലപീരങ്കിയായിട്ട് നിന്നിട്ട് അവർ ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഷട്ടിലടിക്കുന്നത്? ബാക്കി എല്ലാവരെയും സ്റ്റോപ്പ് ചെയ്തേക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഒരു ഫാക്കൽറ്റിയാണ്, എനിക്ക് കോളേജ് പോക്കൂടെ. കുട്ടികളെ എല്ലാം ഇരുത്തിയാണ് ഞാൻ കൊണ്ടുപോയി അവരെ സേഫ് ആക്കുന്നത്. അങ്ങനെ വരെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ കുട്ടികൾക്കൊക്കെ അറിയാം. അവരെൻ്റെ എതിരെ കൈപൊക്കുമ്പോഴും അവർക്കത് മനസ്സിലുണ്ട്, അവർ ഒരുപാടൊന്നും കൈപൊക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രതിപക്ഷ സംഘടനകളുടെ ഒരു സപ്പോർട്ടോ എന്തെങ്കിലും ഉണ്ട്? കാരണം ഇപ്പോൾ ഭരണപക്ഷ യൂണിയനുകളൊക്കെ ആണല്ലോ ഇതിന് സമരത്തിന് വരുന്നത്. SFI ആണെങ്കിലും അല്ലെങ്കിൽ അധ്യാപക സംഘടനകളിൽപ്പെട്ട ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ, മറിച്ച് UDF അവരെ ആൾക്കാരെ സമീപിക്കുക. അത് എഞ്ചിനീയറിംഗ് കോളേജിൽ ആ സംഘടന സ്ട്രോങ്ങേ അല്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പം ലേറ്റർ സ്റ്റേജിൽ ഇപ്പോൾ ഈ VC നിയമനമൊക്കെ വന്ന ശേഷം പ്രതിപക്ഷ നേതാവോ അവരാരെങ്കിലും വിളിക്കുകയോ അങ്ങനെ ആരും ഇല്ല. എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും എന്നെ അവരിൽ എന്താ ഒരു വ്യക്തിയായിട്ട് ആരും എന്നെ കണ്ടിട്ടില്ല. ശരിക്കും രാഷ്ട്രീയമില്ലാതെ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണോ? ചിലപ്പം അതെ, ഇപ്പം സപ്പോർട്ട് കിട്ടാനൊക്കെ ഒരു രാഷ്ട്രീയം വേണമെന്ന് ഉള്ളതായിരിക്കാം, പക്ഷേ അതില്ലാത്തതിൻ്റെ ഒരു ശക്തിയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ശരിക്കും ഈ പെൻഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഒന്നും തരുന്നില്ല, ഇപ്പോൾ പുതിയ പോസ്റ്റിൽ വരുമ്പോൾ വീണ്ടും കേസുമായിട്ട് ഉപദ്രവിക്കുന്നു, കോടതി തീർപ്പാക്കിയിട്ട് മേളിലേക്ക് പെൻഷൻ ആനുകൂല്യം കിട്ടുന്നതിന് തടസ്സമായിട്ട് അപ്പീൽ പോകും. ഇതൊരു മാനസികമായിട്ട് നമ്മളെ വല്ലാതെ പിരിമുറുക്കത്തിലാക്കത്തില്ലേ?
പിരിമുറുക്കത്തെ പറ്റി ഞാൻ ഓർക്കുന്നത്, നമ്മളെ മുമ്പിലോട്ട് പോകുന്ന ജേണിയിൽ നമ്മളെ പുറകിലോട്ട് വലിക്കുന്ന ഒന്നും തന്നെ നമ്മൾ മുമ്പിലോട്ട് കൊണ്ടുപോകരുതെന്നുള്ള 1967 ബോസ്റ്റൺ മാരത്തൺ എൻ്റെ സമയത്ത് 1967 എൻ്റെ ഇയർ ഓഫ് ബർത്ത് ആണ്. അന്ന് ബോസ്റ്റൺ മാരത്തൺ നടന്നപ്പോൾ ഒരു ലേഡി കാതറിൻ സ്വിറ്റ്സർ ഈ മാരത്തണിൽ പങ്കെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തു. അവർ അന്ന് ഫീമെയിൽ ലേഡീസിനെ അലവ് ചെയ്യുന്ന സമയമല്ല, കാരണം അവർക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് കുറവായതുകൊണ്ട്. അപ്പോൾ അവർ സ്വിറ്റ്സർ എന്നുള്ള പേരിൽ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് അവർ ഓടാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഓർഗനൈസേഴ്സിന് മനസ്സിലായത് ഇവർ ലേഡിയാണെന്ന്. അപ്പോൾ ഇവരുടെ പുറകെ ഓടി ഇവരുടെ നമ്പർ സ്ലിപ്പ് വലിച്ച് കീറാൻ നോക്കി, ഇവരെ ഇന്നെലിജിബിൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരത് തട്ടിക്കൊണ്ട് മുമ്പോട്ട് പോയി. അത് മാത്രമല്ല, ഇവരുടെ മെയിൽ ഫ്രണ്ട്സ് എല്ലാം തന്നെ ഇവരെ ഈ ഒഫീഷ്യൽസിനെ തടയാൻ ശ്രമിച്ചു, ഇവർ മുമ്പോട്ട് പോട്ടെന്ന് വെച്ചിട്ട്. ആ ഒരു സപ്പോർട്ട് കിട്ടിയാണ് അവർ മുമ്പോട്ട് പോയത്. ഇവർ ഓടി ഈ മാരത്തൺ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ മീഡിയ എല്ലാം അവരുടെ ചുറ്റും കൂടി ഫസ്റ്റ് ലേഡി ടു കംപ്ലീറ്റ് ദ മാരത്തൺ എന്നുള്ള രീതിയിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് മീഡിയ ചോദിച്ചു, ഇത് തെറ്റല്ലേ, ഒരു സ്ത്രീയായി നിങ്ങളോടിത് ചെയ്യാമായിരുന്നോ, എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചപ്പം കാതറിൻ സ്വിറ്റ്സർ പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ് പലയിടത്തും. കാതറിൻ സ്വിറ്റ്സർ പറഞ്ഞത്, എനിക്ക് 24 മൈൽ ഓടാനുണ്ട്. ബോസ്റ്റൺ മാരത്തൺ എന്ന് പറഞ്ഞാൽ 24 മൈൽസാണ്. 24 മൈൽ ഓടാനുണ്ട്. വിദ്വേഷം ഉള്ളിൽ വെച്ചുകൊണ്ട്, പ്രയാസം ഉള്ളിൽ വെച്ചുകൊണ്ട്, സ്ട്രെസ് ഉള്ളിൽ വെച്ചുകൊണ്ട് എനിക്ക് 24 മൈൽ ഓടാൻ പറ്റില്ല. വളരെ വ്യക്തമായിട്ട് മുന്നോട്ടുള്ള പോക്കിനെ തടസ്സം നിൽക്കുന്ന ഒരു ചിന്തകളും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ആ ഒരു സ്ട്രെസ്സിനെ ഈ കാതറിൻ സ്വിറ്റ്സറിൻ്റെ കഥയെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട്. കാതറിൻ സ്വിറ്റ്സറിൻ്റെ ആ വാക്കുകൾ നമുക്കൊരു വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഉണ്ട്. ഇപ്പോഴും ആ മാരത്തോൺ ഓടുമ്പോൾ പുറകിൽ നിന്ന് പിന്നോട്ട് വലിക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അല്ലേ, സർവകലാശാല എന്ന മാരത്തോൺ ഓടുമ്പോൾ? അത് ചിലപ്പം ഈ പറയുന്ന പോലെ അവരുടെ മെയിൽ ഫ്രണ്ട്സിനെ പോലെ ആരൊക്കെയോ സഹായിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും സഹായങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ പറയുന്നത് തെറ്റായിരിക്കാം. ആര് സഹായിച്ചാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതെല്ലാ വ്യക്തികൾക്കും, അത് തീർച്ചയായിട്ടും അതെല്ലാവരോടും പറയുന്ന ഒരു കാര്യം. എന്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്ന പുതിയ തലമുറയോട് പറയാനുള്ളത്? ഒരുപാട് ഓപ്പർച്യൂണിറ്റിയുള്ള ഒരു മേഖലയിലാണ് നിങ്ങൾ. കാരണം നാളെ ലോകം കീഴടക്കാൻ പറ്റുന്ന രീതിയിലാണ് ടെക്നോളജി വളരുന്നത്. അതുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് പഠിക്കുക. അവസരങ്ങൾ ഒരുപാട് അനവധിയാണ്. പക്ഷേ പുതിയ തലമുറ ഇപ്പം എല്ലായിടത്തും നമ്മൾ താരതമ്യം ചെയ്യുകയല്ല. ഇപ്പം ചില വാർത്തകൾ കേൾക്കുന്നത്, ഇപ്പം കുട്ടികൾ തന്നെ ഹെഡ്മിസ്ട്രസിനെ തല്ലി ICUലാക്കി എന്ന് പറഞ്ഞൊരു വാർത്ത കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ വന്നു, പൂവച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. ഇതുപോലുള്ള വാർത്തകളും വരുന്നുണ്ട്. പുതിയ തലമുറയെ നേർവഴിക്ക് നയിക്കേണ്ട ആരാണ്? അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. കുടുംബമുണ്ട്, സമൂഹമുണ്ട്, അധികാര വൃന്ദമുണ്ട്. പക്ഷേ എന്ത് മെസ്സേജാണ് ഈ അധികാര വൃന്ദം? ഇപ്പം മാഡത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ എത്രയോ പ്രാഗൽഭ്യമുള്ള ഒരാളിന്, പ്രത്യേകിച്ച് രാഷ്ട്രീയ ആഭിമുഖ്യം ഇല്ലാത്ത ഒരാളിന് പോലും നേരിടേണ്ടി വരുന്നത്, ഇതൊക്കെ എന്ത് സന്ദേശം കൊടുക്കും? മൂല്യച്യുതി എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ വരുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരുപാട് ചീത്ത ഹാബിറ്റ്സ് കുട്ടികളിൽ ഇന്ന് വരുന്നുണ്ട്. ഡ്രഗ്സും നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒന്നുമില്ലാതെ പോകുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഈ സ്ട്രെസ്സിൽ കൂടാണ് പോകുന്നത്. അവരുടെ ഫ്രണ്ട്സ് പറയുമ്പോഴും അവർക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്ത് വേണം അവർ മുന്നോട്ട് പോകാൻ. അത് കാരണം മെജോറിറ്റി ഒരു വലിയൊരു സമൂഹം ഉപയോഗിക്കും ഇങ്ങനത്തെ ചീത്ത ഹാബിറ്റ്സിലോട്ട് പോകുമ്പോൾ. അപ്പോൾ അധ്യാപകർ എന്നുള്ള രീതിയിൽ നമുക്കതിൽ പറയാൻ പറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മാക്സിമം എൻഗേജ്ഡ് ആക്കി വെക്കുക. അവർ ചെയ്യുന്ന അവരുടെ പഠനം അവരൊരു എൻജോയ്മെൻ്റ് ആയിട്ട് എടുക്കുക. ആ രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അവർ ഇൻവോൾവ് ആയി കഴിയുമ്പം അവരതിൽ ഈ ലാബുകളിൽ കുത്തിയിരുന്നോളും. അത് പഠിച്ച് അവർ കൂടുതൽ നോളജ് ഏൺ ചെയ്യാൻ നിൽക്കുമ്പോൾ അവർക്ക് ഫ്രീ ടൈം കുറയും. ഈ ഫ്രീ ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ഈ ചീത്ത വഴിയിലോട്ട് പോകുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മാക്സിമം അവരെ ലോഡ് ചെയ്യുക. ആ ലോഡ് ചെയ്യുമ്പോൾ അവർ സന്തോഷത്തോടെ ഇൻവോൾവ് ആയിട്ട് അതിൽ ഇൻവോൾവ് ആകാനുള്ള രീതിയിൽ അവർക്ക് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ അധ്യാപനം മാറ്റിയെടുക്കണം. പെഡഗോജി ചേഞ്ചസ് വരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാം. കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം കണ്ടായിരുന്നു. പരുന്ത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാക്കകൾ ഒന്ന് മുകളിൽ കയറി കൊത്തിപ്പറിക്കാൻ നോക്കും. അപ്പോൾ പരുന്ത് കുറെ കൂടെ മുകളിലോട്ട് പറക്കും, കാക്കകൾ താഴെ വീഴും. അങ്ങനെ പറഞ്ഞത് എന്താണ്? ഈ ഒരു നമ്മുടെ അത് ഈ പറയുന്ന പോലെ പെട്ടെന്നൊരു ഇൻ്റർവ്യൂ വരുമ്പം
ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് കഥകൾ പറഞ്ഞ് അത് ക്ലാസ്സിലായാലും നമ്മൾ എന്തെങ്കിലും എക്സാമ്പിൾ പറഞ്ഞ് നിൽക്കുന്നത് പോലെ പറഞ്ഞതേ ഉള്ളൂ. അതിന് കൃത്യമായിട്ട് കാക്കയാരാണ്, പരുന്താരാണ്, ഞാൻ പരുന്താണ്, ഉയരങ്ങളിൽ പറക്കുവാണ്, അങ്ങനെ അതിന് അർത്ഥമേ ഇല്ല. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു പരുന്തിനെ പോലെ ഉയരങ്ങളിലേക്ക് പറക്കാനാണല്ലോ ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത്. അവിടെ വരുന്ന നെഗറ്റിവിറ്റിയാണ് ക്രോസ് ആയിട്ട് പറയുന്നത്. ആ തിരിച്ചു വലിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ച് അതിനോട് പ്രതികരിച്ച് നമ്മുടെ എനർജി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും അത് മാറിപ്പൊക്കോളും. നമ്മൾ മുന്നോട്ട് തന്നെ പ്രതിഷേധങ്ങളാകുന്ന കാക്കകളാണ് ഉദ്ദേശിച്ചത് അല്ലേ? അല്ല, തീർത്തുമല്ല. വ്യക്തിപരമായി അല്ല അത് പറഞ്ഞത്, മനുഷ്യരുടെ ഒരു ശരിക്കും അത് പല തമിഴിലെ സിനിമയിൽ വരെ വന്ന് രജനീകാന്ത് അത് പറയുന്നുണ്ട്. ഈ രജനീകാന്ത് ഒരു പ്രസംഗത്തിൽ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. അത് അവിടുത്തെ വേറൊരു നടനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. അന്നേരം ഇദ്ദേഹം സൂപ്പർ സ്റ്റാർ ആണല്ലോ. അന്നേരം അദ്ദേഹത്തിനെ കുത്തിപ്പറിക്കാൻ വരുമ്പോൾ ഇദ്ദേഹം വീണ്ടും ഉയരങ്ങളിലേക്ക് പോകും. രജനീകാന്തിനെ പോലെ അത്രയും ഉയരങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞതേ അല്ല. മാഡത്തിന്റെ അക്കാഡമിക് ലെവലിൽ ഉയരങ്ങളിൽ തന്നെയാണ്. എന്നിട്ട് ഈ സാങ്കേതിക സർവകലാശാലയിൽ പ്രവർത്തിച്ച കാലയളവിലുടനീളം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള സഹകരണം ഏത് രീതിയിലായിരുന്നു? ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് എല്ലാ കാര്യത്തിലും അസോസിയേറ്റ് ചെയ്യണമായിരുന്നു. അന്ന് ഒരുപാട് മീറ്റിങ്ങുകളിൽ പാനൽ ഡിസ്കഷൻസ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ മീറ്റിങ്ങുകളുണ്ട്. അതിലെല്ലാം നമ്മളെ വിളിക്കുകയും നമ്മളവിടെ പോവുകയും അവർ പറയുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് തിരിച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എന്നെ അംഗീകരിച്ചു. ആ ഓവർ ദ പീരീഡ് ഓഫ് ടൈം അവർ അത് അംഗീകരിച്ചു എന്നാണ് ഓരോ ഇതിലും എന്നെ ഇൻക്ലൂഡ് ചെയ്ത് എന്നെ സഹകരിപ്പിച്ച് പോയപ്പോൾ ഞാൻ കരുതിയത്. അതെ. പക്ഷെ അങ്ങനെ കരുതുമ്പോഴും രേഖകൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയില്ലേ? അത് വളരെ അടുത്താണ്. കഴിഞ്ഞ ഈ ഒക്ടോബർ 2024 അങ്ങനൊരു കാര്യം പറഞ്ഞത്. അത് പകവീട്ടലാണോ എന്ന് എനിക്കറിയില്ല. അതോ ആരെങ്കിലും അറിയാതെ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറഞ്ഞതാണോ? കാരണം ഈ പേപ്പറുകൾ ഞാൻ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് ഒരു കാര്യവുമില്ല. ഒപ്പിടാത്ത പേപ്പറിന് എന്ത് വാല്യൂ ആണുള്ളത്? കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഫയലിൽ എത്ര പ്രിൻ്റ് ഔട്ട് വേണേൽ നമുക്ക് എടുത്തുകൂടെ? പക്ഷെ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുമില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഗവർണർ സാറിനെ ഏൽപ്പിച്ചതാണ് എന്നുള്ളത്. പക്ഷേ അതിൽ പോലീസ് നടപടികൾ എനിക്ക് തോന്നുന്നു ഗവർണർ ഇടപെട്ട് തടഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? അതേപ്പറ്റി എനിക്ക് അറിയില്ല. ഗവർണറുടെ ഭാഗത്തു നിന്നൊരു നല്ല സമീപനമാണ് എപ്പോഴും ലഭിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ചാൻസലർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ റോള് വളരെ നല്ല രീതിയിൽ അദ്ദേഹം നിറവേറ്റുന്നു. എന്താണ് അഭിപ്രായം? ഞാൻ ഒരു ഗവർണർ സാറിനെ പറ്റി അഭിപ്രായം പറയാൻ വിധത്തിൽ വളർന്നിട്ടില്ലെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അദ്ദേഹം ചെയ്യുന്നത് എല്ലാം ഹയർ എഡ്യൂക്കേഷനെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഉയരങ്ങളിലോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങളാണെന്നാണ് ഞാൻ അവലോകനം ചെയ്യുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ്, വനിതയാണ്. അടുപ്പമുണ്ടോ? കാണാറുണ്ടോ? പിന്നെ ഞാൻ സീനിയർ ജോയിൻറ്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ഞാൻ അഡ്മിഷനുകളെല്ലാം ചെയ്യുന്നത്, എംപ്ലോയീസിൻ്റെ ട്രാൻസ്ഫർ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും മാഡത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു സമീപനം? മാഡം വളരെ നല്ല രീതിയിലായിരുന്നു എന്നോട് സമീപിച്ചിരുന്നത്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം താഴോട്ടാണെന്നൊക്കെയുള്ള രീതിയിലുള്ള വാദങ്ങൾ പൊതുവെ പൊതുസമൂഹത്തിലുണ്ട്. ഈ സർവകലാശാലകളിലെ പല പ്രശ്നങ്ങളുടെയും കാരണം ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ചില സംഘടനകളുടെയും ചില വിദ്യാർത്ഥി സംഘടനകളുടെയും ഒരു വിഭാഗം നേതാക്കളുടെ പ്രശ്നമല്ലേ? അതേപ്പറ്റി പറയുവാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയെ പറ്റി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്ന് കുട്ടികൾക്ക് വളരെ അവയർനെസ് കൂടുതലായിട്ടുണ്ട്. എല്ലാം അവർക്ക് കൈവിരലിൽ കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കോളേജിൽ വന്നോ സ്കൂളിൽ പോയോ പഠിച്ച് മാത്രമല്ല അവർ വിവരം സമ്പാദിക്കുന്നത്, അധ്യാപകരിൽ നിന്നും മാത്രമല്ല. അതുകൊണ്ടാണ് അധ്യാപകരുടെ റോള് ടീച്ചേഴ്സ് എന്നുള്ളതിൽ നിന്ന് ഫാക്കൽറ്റി എന്നുള്ളതിൽ നിന്ന് ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിലോട്ട് പോവുകയും, കാരണം അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പിന്നെയും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്ന സമയത്ത് എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു മെഷീനെ പോലെ വർക്ക് ചെയ്യുന്ന അറിയാവുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതിന് പകരം സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റിയുള്ള, ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവലോകനം ഉണ്ടാകുന്ന ഒരു ചിന്താശക്തി വളർത്തുന്ന ഒരു പ്രോസസ്സാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ NEP 2020 എന്ന് പറഞ്ഞ് പുതിയ ഒരു എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നപ്പം ഈ വളരെ പ്രഗത്ഭരായ ആൾക്കാർ വളരെ ചിന്തിച്ച് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ എൻജിനീയറിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇവരുടെ എംപ്ലോയബിലിറ്റി കൂട്ടേണ്ടത്,
എംപ്ലോയബിലിറ്റിക്ക് വേണ്ടിയാണ് ഇതെല്ലാം തന്നെ വന്നത്, തൊഴിൽ സാധ്യത കൂട്ടേണ്ടത്. അപ്പോൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ തൊഴിൽ സാധ്യത എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെവിടാണ് ജോലി ചെയ്യുന്നത്, എത്ര ശതമാനം ഏതൊക്കെ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലി ചെയ്യുന്ന മേഖലകളിൽ എന്തൊക്കെയാണ് പുതുതായി വരാൻ പോകുന്നത്, ഇനിയും 10-20 വർഷത്തിൽ അവിടെ വരാൻ പോകുന്ന ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് കൂടി ഇതിനകത്ത് അത് നമുക്ക് മുഴുവനായിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് തന്നെ നമുക്കറിയില്ല എന്താണ് 10 വർഷം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്നത്, ഇല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും നമുക്ക് ആ ഒരു ചിന്താശക്തി വളർത്തിയെടുക്കാനുള്ള രീതിയിൽ സിസ്റ്റം പോയി കഴിഞ്ഞാൽ അവർ കൂടുതൽ എംപ്ലോയബിൾ ആകും എന്നുള്ളതാണ് ആ സ്റ്റഡി എല്ലാം പറയുന്നതും. അതനുസരിച്ചിട്ടൊരു സിസ്റ്റമാണ്. അപ്പം അധ്യാപകർക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന വ്യക്തികളെ പറ്റി പറയുക, ഞാൻ ഈ പ്രോസസ്സിൽ കൂടെ പോയപ്പോഴും നമ്മൾ ഫ്ലെക്സിബിൾ അല്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് നമ്മളെപ്പോഴും കംഫർട്ടബിൾ ആകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു റിഫോമിനൊന്നും അധ്യാപക സമൂഹം എളുപ്പമായിട്ട് ചെയ്യില്ല. എന്നാൽ കുട്ടികളുടെ കയ്യിലോ, അവർ പുതിയ ജനറേഷൻ കുട്ടികളാണ്, ടെക് സാവി ആയിട്ടുള്ള കുട്ടികളാണ്, അവർക്ക് കാര്യങ്ങളെല്ലാം ഇതിൽ കൂടെ കിട്ടും. ഇപ്പം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇരിക്കുമ്പം അവർക്ക് ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയുടെ അധ്യാപകരെ കിട്ടുവാണ്. കാരണം അവർ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ അവർക്ക് കേൾക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ അവരുടെ ലാബുകൾ കാണാൻ പറ്റുന്നു, സിമുലേറ്റ് ചെയ്യാം. ഒരു അകന്നിരിക്കുന്ന ഒരു ലാബിലായാലും നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വെർച്വലായിട്ട് നമുക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ കിട്ടുന്ന ഒരു സമയത്ത് കുട്ടികൾക്ക് അറിയാം എന്തൊക്കെയാണ് ഇന്ന് ഈ വേൾഡ് ഓവർ നടക്കുന്നതെന്നും. നമ്മൾ അവിടെ പിന്തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്, കുട്ടികൾ വേറെ സ്ഥലങ്ങളിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ അഡ്മിഷൻ കുറഞ്ഞു, ഇത്രയും ശതമാനമേ ഉള്ളൂ എന്ന് ഡിബേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ സിസ്റ്റത്തെ മെച്ചപ്പെടുത്തി അവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം നടത്തേണ്ടത്. അത് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരുപാട് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഹബ്ബാക്കും എന്നൊക്കെ പറയുമ്പം ഈ ഒരു രീതിയിൽ കുട്ടികളെ സ്റ്റുഡൻറ് സെൻട്രിക്കായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്ന്, അല്ലാതെ ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരോ ഇതിന് പോളിസി സെറ്റ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സെറ്റ് ചെയ്യുന്നതും പ്രായമുള്ളവരാണ്. അവരുടെ ജനറേഷൻ മാറി. പണ്ടുള്ള ജനറേഷൻ തമ്മിലുള്ള ഗ്യാപ്പ് അല്ല ഇന്നത്തെ ജനറേഷൻ അങ്ങനെയുള്ള ശ്രമമാണെന്നാണ് പറയുന്നത്. എൻ്റെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്ത് ഞാൻ ചോദിച്ചത് ഈ ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനകളും ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ നിരന്തരം ഈ ഇത്തരം മാറ്റങ്ങളോടൊപ്പം യോജിച്ച് നിൽക്കുന്നതിന് പകരം ഈ പ്രതിഷേധങ്ങളും ഇതുമെല്ലാമായിട്ട് ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്റ്റ്യൂജായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടല്ലോ കേരളത്തിൽ. അതല്ലേ മാഡം വന്ന് ചുമതലയേക്കാമെന്ന ഈ പറഞ്ഞ 20-24 ദിവസത്തോളം നിരന്തര പ്രതിഷേധം നടന്നു. അന്ന് അതുകൊണ്ട് കുട്ടികൾക്ക് എന്ത് നേടാൻ പറ്റി? കുട്ടികൾക്കല്ലേ അതിൻ്റെ നഷ്ടം ഉണ്ടായത്? കുട്ടികൾക്ക് അതിൽ കൂടെ നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ്. അത് തന്നെയാണ് കുട്ടികൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അപ്പം നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, കുട്ടികൾക്കല്ലയോ എന്നുള്ളൊരു ചിന്ത കുട്ടികൾക്ക് വരുന്നുണ്ട്. അത് തന്നെയാണ് ഈ വെളിയിലോട്ടുള്ള പോക്കിന് ഒരു കാരണമാകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാഡം നേരിട്ട് ഇടപെടേണ്ട വിഷയം അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ബിരുദ കോഴ്സുകൾ അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും 4 വർഷമാക്കി. ഇപ്പം വളരെ പെട്ടെന്ന് ചാടിപ്പിടിച്ച് നടപ്പിലാക്കി. പക്ഷേ ഈ പറയുന്നതനുസരിച്ച് അധ്യാപകർ അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡ് അല്ല, എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ, വിദ്യാർത്ഥികൾക്ക് ഒരു ധാരണയില്ലാത്ത രീതിയിൽ ആകെ ഒരു അലങ്കോല അവസ്ഥയിലാണ്. ഇപ്പോൾ 1ാം സെമസ്റ്റർ പരീക്ഷ തുടങ്ങിയിട്ടുമുണ്ട്. ഇതൊക്കെ ഇത്ര ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ ഇതിനുള്ള വേണ്ടത്ര പരിശീലനമെല്ലാം നടത്തേണ്ടതല്ലേ? അത് തീർച്ചയായിട്ടും അതെ. അതിനകത്തൊരു നല്ല ബേസ് വർക്ക് ചെയ്ത് പ്ലാനിങ്ങോട് കൂടി തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇത്. അല്ലാതെ വരുമ്പം എബ്രഹാം ലിങ്കൺ പറഞ്ഞ കുതിരയുടെ കഥ പോലെ ആകും. കുതിരയ്ക്ക് 4 കാലുണ്ട്, വാലിനെ എടുത്തിട്ട് ആ വാലും കൂടെ കാലാണെന്ന് പറഞ്ഞാൽ തിരിച്ച് ചോദിക്കുവാണ് എത്ര കാലുണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ അത് 4 ഉള്ളൂ. അപ്പോൾ പഴയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് എവിടെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് അതാണ് പുതിയതെന്ന് പറയുന്ന ഒരു രീതി വരരുത് എന്നുള്ളതാണ് അഭിപ്രായം. ശരിക്കും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിലേക്ക് വന്ന കേരളത്തിൽ ഒരുപാട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം താഴേക്ക് പോയി. അവർക്ക് വളരെ സ്കിൽഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തൊഴിൽ സാധ്യതകൾ കിട്ടുന്ന രീതിയിലുള്ള പഠനങ്ങളോ നടക്കുന്നുണ്ടോ? മാത്രമല്ല കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ തന്നെ ഇപ്പോൾ വളരെയധികം എഞ്ചിനീയറിംഗ് കോളേജുകൊണ്ട് എഞ്ചിനീയേഴ്സായിട്ടുള്ള ആൾക്കാർ അവർ പഠിച്ച മേഖലയിൽ നിന്ന് മാറി മറ്റ് പല തൊഴിൽ മേഖലയിലേക്കും ബാങ്ക് രംഗത്തേക്ക് ഇപ്പോൾ ജേർണലിസത്തിന് ഞങ്ങളുടെ ഓഫീസിൽ തന്നെ 3 ബിടെക്കുകാരെ ജേർണലിസ്റ്റുകളായിട്ടുണ്ട്. അന്നേരം ഈ രീതിയിലേക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നത്. എന്ത് പറയുന്നു അതേക്കുറിച്ച്?
അത് ഇന്ത്യൻ സിസ്റ്റത്തിൽ തന്നെ ഉള്ള ഒരു പ്രത്യേകതയാണ്. കാരണം 17-ാം വയസ്സിൽ ഒരു കുട്ടിക്ക് അവൻ എന്ത് ചെയ്യണം എന്നുള്ള അറിവ് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പം എപ്പോഴും അവരൊരു പ്രൊഫഷൻ എടുക്കുമ്പം അത് പേരൻസിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് പോകുന്നത്. ഈ 4 വർഷക്കാലം അവന് ചിന്തിക്കാനുള്ള ശക്തി വരുവാണ്. അപ്പോൾ ഒരു അണ്ടർ ഗ്രാജുവേഷൻ എന്ന് പറയുന്ന കാലത്തിൽ അവൻ എൻജിനീയറിംഗ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് എൻജിനീയർ തന്നെ ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആ കാലയളവിൽ തിരിച്ചറിയുകയാണ് പത്രപ്രവർത്തനമാണ് എനിക്ക് നല്ലത്, അല്ലെ എനിക്ക് മ്യൂസിക്കാണ് ഇഷ്ടം, അവിടോട്ട് മാറിപ്പോകാം. അത് എൻജിനീയറിംഗ് ഒരു ബേസിക് ഡിഗ്രി ഏത് രീതിയിലും അത് എല്ലാ എന്താ പറയുന്ന ഒരു നല്ല കവറേജ് കിട്ടുന്ന ഒരു ഇതാണ്. ഇപ്പം ഹ്യൂമാനിറ്റീസും എല്ലാം പഠിക്കുന്നുണ്ട്. അതിനകത്ത് അത് തെറ്റില്ല. അവർ റിയലൈസ് ചെയ്യുമ്പോൾ അവരുടെ പാഷൻ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഈ 4 വർഷക്കാരൻ ചിലപ്പം ഗവൺമെൻറ് ഒരുപാട് പൈസ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകും എന്ന് പറഞ്ഞാലും അവർക്കൊരു ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അവർക്ക് എങ്ങനെ വേണേൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇപ്പോഴത്തെ പുതിയ സിസ്റ്റത്തിലുണ്ട്. എഞ്ചിനീയറിംഗിന്റെ ഗ്ലാമറും ചാമും ഒന്നും പോയിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. 5 കോളേജ് ഉണ്ടായിരുന്നിടത്തു നിന്ന് 9 ഗവൺമെൻറ് കോളേജുകളായി 3 എയ്ഡഡ് കോളേജുകളും ഉള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇപ്പം എത്ര കോളേജാണ്? 153ഓളം സ്ഥാപനങ്ങളുണ്ടായിരുന്നു ഞാനുള്ളപ്പം. അത് കഴിഞ്ഞിപ്പോൾ കുറേ ക്ലോസ് ഡൗൺ ചെയ്തു. ആ ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള കാരണം തന്നെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നു, അവർക്ക് അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്പർ കൂടുമ്പോൾ തീർച്ചയായിട്ടും ഡൈല്യൂട്ട് ആകുമല്ലോ ഒരു സിസ്റ്റം, ഏതൊരു സിസ്റ്റവും. അങ്ങനെ ഈ നമ്പറുകളും ഒരുപാട് ഒന്നിച്ച് കൂടിപ്പോയി എല്ലാവരും എൻജിനീയർ ആകുകയാണ് ഇപ്പം. കാരണം വളരെ എളുപ്പത്തിൽ എൻജിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടും, സീറ്റ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നു. അപ്പം നമുക്ക് എൻജിനീയറിങ്ങിന് വേണ്ട ബേസിക് ആയിട്ടുള്ള പ്രീ റിക്വിസിറ്റ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ അറിവുണ്ടോ എന്നുള്ളത് പോലും നോക്കാതെ മാത്തമാറ്റിക്സിന് 50% പോലും ഇല്ലാത്ത കുട്ടികൾക്ക് പോലും ചിലപ്പം അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ബുദ്ധിമുട്ടും വളരെ ഇളവുകൾ വരുത്തിയല്ലോ പ്രവേശനത്തിൽ. ഈ മാർക്ക് ഇത്ര 50% വേണമെന്നില്ല. അതായത് സ്വകാര്യ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ താല്പര്യം സംരക്ഷിക്കാൻ പോയപ്പോൾ ഒരുപാട് താഴേക്ക് ഇറങ്ങേണ്ടി വന്നില്ലേ? അതെ, പക്ഷേ അപ്പം അവിടെ പഠിക്കേണ്ട പല സബ്ജക്റ്റിനും ഈ ബേസ് വേണമെന്നുള്ളത് മനസ്സിലാക്കാതെ കുട്ടികൾ പിന്നെ കിടന്ന് ബുദ്ധിമുട്ടും. അതൊക്കെ കൊണ്ടുകൂടിയല്ലേ വിദേശത്ത് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ കേരളത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായി ചെല്ലുന്നവർ ഇത്തരം കാര്യങ്ങളിൽ ശോഭിക്കാൻ കഴിയാതെ പോകുന്നു. അതെ, ആ സ്കില്ലിംഗ് ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഡയറക്റ്റ് എംപ്ലോയബിലിറ്റി ഇല്ല, ഈ കുട്ടികൾക്ക് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുള്ളത് അവിടുന്ന് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസി പൂർണ്ണമായിട്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ല രീതിയിൽ എംപ്ലോയബിലിറ്റി വർദ്ധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. മാഡം ഇപ്പോൾ അതിൻ്റെ VCI ചുമതല ഏറ്റതേ ഉള്ളൂ, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എങ്കിലും എന്തൊക്കെയാണ് ഇനി ആഗ്രഹിക്കുന്നത്? ഈ ഒരു ചുരുങ്ങിയ സമയമാണോ ദീർഘസമയമാണോ ലഭിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. എങ്കിലും അവിടെ ഓൾറെഡി സിസ്റ്റം ഒരു നല്ല രീതിയിൽ പോകുന്നൊരു സിസ്റ്റമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അവിടെ കുറേ മാസ്റ്റേഴ്സ് പ്രോഗ്രാമും PG പ്രോഗ്രാമുമാണ് ഉള്ളത്. കുട്ടികൾ വളരെ കുറവേ ഉള്ളൂ, 400-ൽ താഴെ കുട്ടികൾ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷേ അത് ഒരു ഗവൺമെൻറ്റിൻ്റെ നോൺ പ്ലാൻ ഫണ്ടൊന്നും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അവരുടെ എംപ്ലോയീസിൻ്റെ സാലറി തൊട്ടെല്ലാം അവർ സെൽഫ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകരെല്ലാം വെളിയിൽ നിന്ന് കൺസൾട്ടൻസിയും പ്രോജക്റ്റുകളും എടുത്ത് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള പ്രോജക്റ്റ്, അതുപോലെ ഗവൺമെൻറ് ഏജൻസിയിൽ നിന്ന് കൺസൾട്ടൻസി വർക്ക് എടുത്ത് അത് ചെയ്ത് അപ്പോൾ അവരുടെ ആ ഒരു പ്രാക്ടിക്കൽ സ്കില്ല് കുട്ടികളിലോട്ടും പകർന്നു കൊടുക്കുവാണ്. അപ്പോൾ കുറേ എംപ്ലോയബിൾ ആയിട്ടുള്ള ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഒരു സെൽഫ് സസ്റ്റെയിനിങ് ഒരു സിസ്റ്റമാണ്. അവർ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പകരം സ്വയം ജനറേറ്റ് ചെയ്ത് അവിടുത്തെ അധ്യാപകർ തന്നെ കൺസൾട്ടൻസി വർക്ക് ചെയ്ത് കുട്ടികളുടെ സഹായത്തോടു കൂടി കൺസൾട്ടൻസി വർക്ക് ചെയ്ത് ആ ഫണ്ട് ജനറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ സിൻഡിക്കേറ്റ് തന്നെ ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യം സ്വഭാവമുള്ളതല്ലെന്ന് തോന്നുന്നത്. ഇല്ല, അവിടുത്തെ എല്ലാ ബോഡിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ എല്ലാം തന്നെ വെളിയിൽ നിന്ന് നമ്മുടെ നാഷണൽ ലെവലിൽ റെപ്യൂട്ടുള്ള റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഡയറക്ടേഴ്സാണ്. അതിൻ്റെതായ ഒരു മികവും ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിതുവരെ ഒരു മീറ്റിങ്ങും അത് അങ്ങനെ ഡോക്ടർ സജി ഗോപിനാഥ് എനിക്ക് തോന്നുന്നു അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഫൗണ്ടർ VC ആയിട്ട്. അദ്ദേഹം ആണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ VC ആയിട്ട് വന്നത്. അവിടെ ഉള്ള പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ തന്നെയായിരിക്കും. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് പുതിയ ക്യാമ്പസുകളോ സബ് സെന്റേഴ്സ് ഒക്കെ തുടങ്ങാനുള്ള നീക്കമുണ്ടോ? അത് ഓൾറെഡി അതിനൊരു നല്ല ക്യാമ്പസ് ഉണ്ട്.
പിന്നെയും സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എക്സ്പാൻഷന് വേണ്ടിയിട്ട്. ആ എക്സ്പാൻഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കുടുംബത്തിൻ്റെ പിന്തുണ എത്രമാത്രമുണ്ട്? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ISROയിലായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഹസ്ബൻഡ് 2 മക്കളാണ് ഉള്ളത്. അവർ രണ്ടുപേരും എൻജിനീയേഴ്സാണ്. വെളിയിൽ PhD ചെയ്ത് ഇരിക്കുന്നു, മാരിഡുമാണ്. ഉത്തരവാദിത്തങ്ങളെ, കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറെക്കുറെ നിറവേറ്റി അല്ലേ? ഈ സർക്കാരുമായിട്ടുള്ള ഒരു അനുനയം അല്ലെങ്കിൽ താങ്കളുടെ ഭാഗത്തുനിന്ന് അല്ല മാഡത്തിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും അത് ആ സർക്കാരിനോടൊപ്പം നിൽക്കുക എന്നാണ് തീരുമാനമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾറെഡി. ആ രീതിയിലുള്ള ഒരു സഹകരണം സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഇപ്പോൾ വേറൊരാളുടെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അല്ലേ. നമുക്ക് ആഗ്രഹവും പ്രതീക്ഷയും അതാണ്. കാരണം അതാണ് ഒരു സിസ്റ്റത്തിന് ഏറ്റവും നല്ലത്. എന്നെക്കൊണ്ടാകും വിധം ഏതൊരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവിനെയും എനിക്ക് കഴിയാവും വിധം എനിക്ക് സഹായിക്കാൻ പറ്റും. അതിന് ഞാൻ സന്നദ്ധയുമാണെന്ന് മാത്രമേ എനിക്കതിൽ അറിയിക്കാൻ പറ്റുള്ളൂ. കാരണം അതാണ് ഇൻട്രസ്റ്റ് ഓഫ് ദ ജനറൽ പബ്ലിക് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാതറിൻ സിറ്റ്സറിൻ്റെ വാക്കുകൾ നൽകുന്ന ആത്മവിശ്വാസം ഈ മാരത്തോൺ കൂടുതൽ ഓടാനുള്ള പ്രേരണയാണ്. പിന്നിൽ തടയുന്നവരെ ഒന്നും നോക്കുന്നുമില്ല അല്ലേ? അതാരും നോക്കരുതെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതെ. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.